വീട്ടിൽ ഒരുപാട് കടബാധ്യതകളുണ്ട്. രേണു പറഞ്ഞതെല്ലാം സത്യമാണ്. അവർ ജോലിക്ക് പോയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. സുഖമില്ലാത്ത അച്ഛനും അമ്മയ്ക്കും മരുന്നുകൾ വാങ്ങാൻ പോലും നല്ലൊരു തുക ആവശ്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ സെൻസേഷണൽ താരമാണ് രേണു സുധി. നിരവധി മ്യൂസിക്കൽ വീഡിയോയിലൂടെയും സിനിമകളിലൂടെയും തന്റെ സാന്നിധ്യം കലാരംഗത്ത് അറിയിച്ച കലാകാരി. ഭർത്താവിന്റെ മരണത്തോടെ ഇൻഡസ്ട്രിയിൽ സജീവമായ രേണു സുധി ഉള്ളപ്പോൾ തന്നെ അഭിനയരംഗത്തേക്ക് എത്തിയിരുന്നു. എന്നാൽ ആ ഷോർട്ട് ഫിലിമുകൾ അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുമില്ല. നിരവധി കലാകാരന്മാർ നിറഞ്ഞു നിൽക്കുന്ന മത്സരങ്ങളേറെയുള്ള മേഖലയിൽ തന്റേതായ സ്ഥാനം നേടാൻ രേണുവിന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അഭിനയത്തിലേക്ക് എൻട്രി നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഏറ്റക്കുറിച്ചിലുകൾ ഒഴിച്ചാൽ രേണു ഏറ്റെടുക്കുന്ന കഥാപാത്രങ്ങൾ അവർ മനോഹരമായി ചെയ്യാറുണ്ട്. രേണു ഇൻഡസ്ട്രിയിൽ എത്തിയപ്പോൾ മുതൽക്കേ സൈബർ അറ്റാക്കും പതിവ് കാഴ്ചയാണ്. തുടക്കം മുതൽ ഏറ്റവും ഒടുവിൽ അവർ പങ്കുവച്ച വീഡിയോ വരെ പരിശോധിച്ചാൽ ഉറപ്പായും അക്കാര്യം വ്യക്തമാണ്. നിരവധി താരങ്ങളും ആരാധകരും അവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് വന്നിരുന്നു. അതിൽ രേണുവിനെതിരെ ഏറെ വിമർശനം ഉന്നയിച്ച ഒരാളായിരുന്നു ബിഗ് ബോസ് താരം കൂടിയായ ദയ ആച്ചു. എന്നാൽ ഇപ്പോഴിതാ താൻ ഇനി ഒരിക്കലും രേണുവിനെ വിമർശിച്ചെത്തില്ല എന്നാണ് പോസ്റ്റിലൂടെ പറയുന്നത്. ഒപ്പം രേണു സുധി ഡിപ്രഷന് മരുന്നെടുത്ത ആളാണെന്ന് സുധി തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന വീഡിയോ കൂടി ദയ പങ്കുവച്ചിരുന്നു. ഇളയ കുഞ്ഞിന്റെ ജനനത്തിന് ശേഷം എൻ്റെ ഭാര്യയ്ക്ക് ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വരെ പോയിരുന്നു. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ടാബ്ലറ്റും കഴിക്കുന്ന ആളാണ്. അവൾക്ക് ഒരുപാട് ടെൻഷനൊന്നും താങ്ങാനാകില്ല. വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് മാനസിക സംഘർഷങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കടം വാങ്ങിയതിൻ്റെ പേരിലും ഒരുപാട് ക്രൂശിക്കപ്പെട്ടിരുന്നു എന്നും കൊല്ലം സുധി പറയുന്ന വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇതേ വീഡിയോയിലെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കൊല്ലം സുധി പറഞ്ഞിട്ടുണ്ട്. രേണുവിൻ്റെ അച്ഛന് ഹാർട്ടിനുണ്ടായ ബൈപ്പാസും വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നല്ലൊരു വീടെന്ന സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും സുധി ഇതേ വീഡിയോയിൽ പറയുന്നുണ്ട്.